കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് അത് എന്നെക്കൊണ്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് എവിടെ ചോദിക്കുന്നൊക്കെ വരുന്നതുകൊണ്ട് ഇത്തരം വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആൻസൈറ്റി ഉണ്ടാവാറുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, കുറേ ആൾക്കാർ എൻ്റെ അടുത്തൊക്കെ ട്രീറ്റ്മെൻറ്റിന് വരാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് എന്തെങ്കിലും ആക്സിഡൻറ്റിന് അവർ വിക്റ്റിമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ആക്സിഡൻറ്റ് അവർ മുന്നേ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൽ അവർ ഇൻവോൾവ് ആയിട്ടുണ്ടാവും, അതിന് രക്ഷപ്പെട്ട ആളൊക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചു. ചിലർക്കാർക്ക് ബ്രിഡ്ജിലൊക്കെയാണ് പ്രശ്നം, ഓവർടേക്ക് ചെയ്യുമ്പോൾ പ്രശ്നം, സ്പീഡ് ട്രാക്കിലെടുത്തിട്ട് സ്പീഡിൽ ഓടിക്കാൻ കഴിയണില്ല, അപ്പോൾ പ്രശ്നം, ബാക്കിൽ നിന്ന് ആരെങ്കിലും ഹോണോ ലൈറ്റ് അടിച്ചോ കാണിക്കുകയാണെന്ന് വെച്ചാൽ ഭയങ്കര ആൻസൈറ്റി, പാനിക്കായി, അപ്പോൾ അപ്പുറത്തെ ആകെ വെപ്രാളത്തിൽ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരിക്കൽ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെന്ന് വെച്ചെങ്കിൽ ആ പ്രശ്നം വീണ്ടും കൂടി വരും, ഓർമ്മകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതെ. പിന്നെ നമ്മളിപ്പോൾ ആക്സിഡൻസ് ഒക്കെ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്, ചെറിയ ആക്സിഡൻസ്, മേജറൊന്നും അല്ലെങ്കിൽ ചെറിയ ആക്സിഡൻസ് നമ്മൾ കണ്ടതിന് ശേഷം അതിൽ പോകുമ്പോഴൊക്കെ നമുക്കൊരു പാൽപിറ്റേഷൻ കൂടുതലും, ഹാർട്ട് ബീറ്റ് കൂടുതലും, ഒരു ആൻസൈറ്റി കൂടുതലൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതൊക്കെ ഞാൻ പല എപ്പിസോഡിൽ നേരത്തെ മുന്നേക്കെ പറഞ്ഞ പോലെ നമ്മളെ മനസ്സിന് നമ്മൾ തന്നെ ചില കാര്യങ്ങൾ ത്വരിതപ്പെടുത്തി ഇതൊക്കെ നോർമൽ ഇതിലുള്ളതാണ്, ഇതെല്ലാവർക്കും സംഭവിക്കുന്നതാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതനുസരിച്ച് മുന്നോട്ട് പോകണം, അല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ, നമ്മളെ മനസ്സിന് നമ്മൾ തന്നെ സമാധാനപ്പെടുത്തി ത്വരിതപ്പെടുത്തി കൊണ്ടുവരികയാണ് വേണ്ടത്. അങ്ങനെ കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. അതൊരു വലിയൊരു പ്രശ്നമാക്കി കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ചില ആൾക്കാർക്ക് ഈ ആൻസൈറ്റി കൂടിയിട്ട് ഈവൻ കാറിൽ നിന്ന് യാത്ര ചെയ്യാൻ, കാർ ഓടിക്കാൻ, ഈവൻ ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് വരാൻ പ്രയാസമുള്ള ആളുകൾക്കുണ്ട്. എൻ്റെ 1-2 സുഹൃത്തുക്കളൊക്കെ നാട്ടിലേക്ക് വരില്ല. നാട്ടിലേക്ക് വരാത്തത് എന്താ വെച്ചാൽ അത് ആരോടും പറയുന്നില്ല, ലീവില്ല എന്നൊരു രീതിയിലേ പറയത്തുള്ളൂ. പക്ഷേ ബേസിക്കലി പ്രശ്നം വെച്ചാൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനുള്ള പേടിയാണ്. അപ്പോൾ ഒരു ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യുക. ആ ആൻസൈറ്റി അങ്ങനെ ഒരു പരിധിക്കപ്പുറം കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ സഹായം തേടണം. അതിന് ആൻസൈറ്റി കുറക്കാനുള്ള ടെക്നിക്സ് പറയുന്നതോടൊപ്പം അതിന് ചില മെഡിസിൻസ് കഴിച്ചാൽ ആൻസൈറ്റി കുറയും, ഒരു കറേജൊക്കെ കിട്ടും. അതിലൂടെ അത് ഡെവലപ്പ് ചെയ്ത് നമ്മളെ മനസ്സിൻ്റെ ധൈര്യം തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിനും ടാപ്പർ ചെയ്ത് ചുരുക്കി കൊണ്ട് നിർത്താനും സാധിക്കും.